പശ്ചിമേഷ്യ വീണ്ടും ഒന്നാകെ അസ്വസ്ഥമായിട്ട് മാറി. ഇപ്പം 2 ദിവസമായിട്ട് വലിയ യുദ്ധം നടക്കുകയാണ്. വളരെ വലിയ യുദ്ധം എന്ന് പറയുന്നത് ഇപ്പോൾ ആളുകൾക്ക് ഇത് താല്പര്യമില്ലാതായി തുടങ്ങി. കാരണം ഇറാനെ ഒരു 140 സ്ഥലത്തൊക്കെയാണ് കേന്ദ്രങ്ങളിലേക്കൊക്കെയാണ് ഒരു ദിവസം ബോംബ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നത്. അത് മിസൈലൊക്കെ അയക്കുകയാണ്. അമേരിക്കയുടെ ഡയറക്റ്റ് നേതൃത്വത്തിലുള്ള അറ്റാക്കാണ്. അപ്പോൾ അമേരിക്ക US പ്രസിഡന്റ് ഇത് നെതന്യാഹുവുമായിട്ട് ചേർന്നുകൊണ്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അത് പറയുന്നതെല്ലാം ഹോർമൂസ് ആണ് കാരണമാക്കിയേക്കുന്നത്. ഹോർമൂസ് കടലിലേക്ക് തുറക്കണം. ഇത് അടപ്പിച്ചത് ആരാ? നമ്മളൊന്ന് ചിന്തിച്ച് നോക്ക്. ഹോർമൂസ് തുറന്ന് കിടന്നതാണ്. ഈ ഹോർമൂസ് അടയ്ക്കണമെന്ന് ഇറാന് യാതൊരു ഐഡിയയും ഇല്ലാതിരുന്നതാണ്. അവരെ പോയി ചൊറിഞ്ഞ് ഈ ഹോർമൂസ് അടപ്പിച്ചത് ആരാണ്? അമേരിക്കയാണ്. എന്നിട്ടിപ്പോൾ അത് തുറക്കണം. അത് തുറപ്പിക്കാനാണ് ഇപ്പോഴത്തെ യുദ്ധം. എന്താ ഉദ്ദേശിച്ചേക്കുന്നത് നമുക്കറിയാൻ പറ്റുമോ? ഒരു കാര്യമില്ല. അതൊരു വന്യവയോധികനായ ഒരു മനുഷ്യനെ 90 വയസ്സിന് വേണ്ടി പ്രായമുള്ള ഒരാളെ പോയി കൊലപ്പെടുത്തി. ഒരു രാജ്യത്തിൻ്റെ പരമോന്നത നേതാവിനെയാണ് കൊലപ്പെടുത്തിയത്. അപ്പോൾ ആ രാജ്യം അതിന് റിയാക്ട് ചെയ്യുന്നത് തെറ്റാണോ? അയാൾ എന്ത് ചെയ്തിട്ടാണ് അയാളെ കൊന്നത്? അദ്ദേഹത്തിൻ്റെ ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത എത്ര കോടി ആളുകളാണ്? 7 കോടി ആളുകളാണ് അതിൽ പങ്കെടുത്തേക്കുന്നത്. അതോടുകൂടി ഇറാൻ ഒരു കെട്ടുറപ്പ് വന്നു. അവിടെ നേരത്തെ ആ ഭരണകൂടത്തിനെതിരെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ അങ്ങ് മാറി. ഞാനിപ്പോൾ ഇറാനെ ന്യായീകരിക്കല്ല. കാരണം അവർ കൊള്ളരുതായ്മ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ തടയണം. പക്ഷേ ഇസ്രായേൽ ആറ്റം ബോംബ് ഉണ്ടാക്കി കൈവച്ചുകൊണ്ട് വേറൊരുത്തിനും ഉണ്ടാക്കരുത് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? കാരണം അത് മറ്റ് രാജ്യങ്ങൾ അവരുടെ സുരക്ഷ നോക്കും. ഇതെന്താ ഈ വടക്കൻ കൊറിയ, നോർത്ത് കൊറിയ ഒന്നും ചെയ്യാൻ പോകാത്തത്? ട്രംപ് വിവരം അറിയും ചെയ്യാൻ പോയാൽ. കാരണം അവൻ്റെ കയ്യിൽ ഇതിരിപ്പുണ്ട്, ബോംബിരിപ്പുണ്ട്, എടുത്തടിക്കും. അതറിയാം. അതാണ് കാരണം. ഇപ്പോഴത്തെ പ്രശ്നം എന്താ? ഇപ്പോൾ വന്നേക്കുന്നത്, ഇപ്പോൾ ഇറാനെ ഇതുപോലെ ആക്രമിച്ചുകൊണ്ടിരിക്കുക. അതിന് പകരം ഇറാൻ ചെയ്യുന്നത് ബഹ്റൈനിൽ, അതുപോലെ കുവൈറ്റിൽ, സൗദിയിൽ, UAE, ഒമാനിൽ ഒക്കെ ഉള്ള അമേരിക്കൻ താവളങ്ങൾ മുഴുവൻ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. വലിയ നാശനഷ്ടമാണ് കുവൈറ്റിലൊക്കെ വരുത്തിയേക്കുന്നത്. അത് ബോംബ് ചെയ്യുമ്പോൾ ഇവർക്ക് അടിക്കാൻ കിട്ടുന്നവരെ അവരടിക്കും. ഈ അമേരിക്കയുടെ താവളങ്ങൾ എവിടെ ഉണ്ടോ, ജോർദാനിൽ അതും ചെയ്തിട്ടുണ്ട്. അവിടെ എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം അവർ അറ്റാക്ക് ചെയ്യും. അതിൽ അമേരിക്കയ്ക്ക് നഷ്ടമില്ലെന്നൊന്നും നമ്മൾ പറയാൻ ഒക്കത്തില്ല. വൻ നഷ്ടമാണ്. പക്ഷേ ആ ന്യൂസൊന്നും വെളിയിൽ വരത്തില്ല. അതെല്ലാം അമർത്തപ്പെട്ടേക്കാണ്. പിന്നെ എന്താ ഇതിൻ്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ ഒരു യുദ്ധം തുടങ്ങുമ്പോൾ അത് ഏതെങ്കിലും ഒരു ഉദ്ദേശത്തിലായിരിക്കും തുടങ്ങുന്നത്. ഇപ്പോൾ റഷീം ചേഞ്ച് എന്ന് പറഞ്ഞാണ് യുദ്ധം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവും കൂടെ ചേർന്ന് ചെയ്തത്. ഇവിടുത്തെ ഒരു ഇറാനിലെ റഷീം ചേഞ്ച് ചെയ്യണം. യുവമാർക്ക് എന്തുവാ ഇതിനുള്ള അവകാശം? ഒരു രാജ്യത്തെ റഷീം ചേഞ്ച് ചെയ്യാൻ? അവിടെ എല്ലായിടവും കളിച്ച് പോയി അവിടെ പോയി കളിച്ചതാണ്. അതിൻ്റെയാണ് ഈ അറിയുന്നത്. ഇനി അവരെ അങ്ങനെയൊന്നും തോൽപ്പിക്കാനൊന്നും പറ്റത്തില്ല. എത്രയൊക്കെ അവരെ ഉപദ്രവിച്ചാലും ശരി, ആ ഉപദ്രവങ്ങളെല്ലാം ഏൽക്കും. അത് കഴിഞ്ഞ് അവർ അടിക്കാനുള്ളത് തിരിച്ചടിക്കും. അവർ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇനി റഷീം ചേഞ്ച് എന്ന് പറഞ്ഞു തുടങ്ങി. എത്ര നാളത്തേക്ക്? അതിന് 3 ദിവസം കൊണ്ട് തകർത്ത് പൊടിച്ച് കളയും എന്നും പറഞ്ഞ് തുടങ്ങിയതാണ്. ഇപ്പം എത്ര നാളായി? ഒന്നും നടന്നില്ലല്ലോ. ഇതുപോലെ പല രാജ്യങ്ങളിലും അമേരിക്ക പോയിട്ട് തോറ്റ് തിരിച്ചു പോയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ താലിബാനെതിരെ യുദ്ധത്തിന് പോയി. അവിടെ ചെന്ന് ഒരുപാട് പേരെ കൊന്നു കഴിഞ്ഞിട്ട് അവസാനം എന്തോന്നറിയാമോ? ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അവരുടെ പട്ടാളക്കാർ തന്നെ ഒരുപാട് പേര് കൊല്ലപ്പെട്ടു. അതിനകത്ത് അമേരിക്കൻ പട്ടാളക്കാർ. ഇത് കഴിഞ്ഞപ്പോൾ ഈ ഭരണം, അവിടുത്തെ കാര്യം ചുമതല താലിബാനെ ഏൽപ്പിച്ചിട്ട് പോയി. അതാണ് നടന്നത്. താലിബാന് ഈ ഭരണവും കൈമാറിയിട്ട് അവരെ പോക്കിന് പോയി. കാരണം വേറെ രക്ഷയില്ല. തോറ്റോടിയതാണ്. വിയറ്റ്നാമിൽ എത്ര വർഷങ്ങളാണ് ആ പാവങ്ങളെ ഒരുപാട് പേരെ കൊന്നത്. പക്ഷേ അവിടുന്ന് ഒരുപാട് അമേരിക്കൻ പട്ടാളക്കാരെ അവർ കൊലപ്പെടുത്തി. അതിനുള്ള മാർഗങ്ങൾ അവർ ആ ട്രാപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന അവിടെ പോയാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഈ വെറും നാടൻ ആയുധങ്ങളൊക്കെ അവരുടെ ഈ തൂക്കമൊന്നുമില്ല, വളരെ കുറവാണ്. അതൊന്നും ഇല്ലായിരുന്നു. നാടൻ ആയുധങ്ങളാണ്. മുളങ്കമ്പൊക്കെ ആണ് അവരുടെ ആയുധം. അതൊക്കെ അങ്ങോട്ട് കൂർപ്പിച്ച് വെച്ച് ആ ചതിക്കുഴികളിൽ ഇവർ വീഴും. ആ രീതിയിലായിരുന്നു ചെയ്തു വെച്ചേക്കുന്നത്. വളരെ കാണേണ്ട കാര്യമാണ്. അതവിടെ ചെന്ന അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും. അവസാനം അമേരിക്ക അവിടെ നിന്ന് തോറ്റോടിയതാണ്. എവിടെയൊക്കെ പോയോ ഇതുപോലെ ആക്രമിക്കാൻ പോയോ
അവിടെ എല്ലാം തോറ്റുപോയിട്ടേ ഉള്ള അമേരിക്ക. ഇനി ട്രംപിൻ്റെ കാര്യം. ഇപ്പം ട്രംപ് ഞാൻ പറഞ്ഞില്ലേ, ഒരു യുദ്ധം പറയത്തിന് ഒരു ഉദ്ദേശം വേണം. ആ ഉദ്ദേശം നിറവേറ്റും, ഇത്ര നാൾ കൊണ്ട് ഒരു ഉദ്ദേശം നിറവേറ്റും എന്നുള്ള ഉദ്ദേശ്യം നിറവേറ്റും എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി വേണം ഒരു യുദ്ധം. ഇതതില്ല. ഇതിപ്പോൾ റഷീം ചേഞ്ച് എന്ന് പറഞ്ഞു. ആയത്തുള്ള അലി ഖൊമേനിയെ കൊലപ്പെടുത്തി. എന്നാൽ പിന്നെ അതല്ലേ ചേഞ്ച് ആയല്ലോ. അതല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനുണ്ട്, മുസ്തഫ ഖൊമേനി ഉണ്ട്, അദ്ദേഹം ഉണ്ട്, ഇപ്പോഴും അവിടെ ഉണ്ട്. അദ്ദേഹം ഒളിത്താവളത്തിൽ തന്നെയാണ്. കാരണം ഈ മൊസാദിൻ്റെയൊക്കെ ഈ പ്രസൻസ് അവിടെയൊക്കെ ഉണ്ട്, ഇറാനിലൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അവർ വളരെ സൂക്ഷിക്കുന്നത്. പിന്നെ ഇതിപ്പോൾ ഉണ്ട്. അതല്ലാതെ ആ യുദ്ധത്തിൻ്റെ മെത്തേഡുകൾ, ഇതിനൊക്കെ ഒരു തീരുമാനമുണ്ട് സാധാരണഗതിയിൽ. അങ്ങനെ ചെയ്തിട്ടേ ഇത് ചെയ്യാറുള്ളൂ. അതൊന്നുമില്ല. ഇതെന്താ തീരുമാനം എന്ന് ചോദിച്ചാൽ, രാത്രി ട്രംപിനെ കൊണ്ട് കുഴപ്പമില്ല, രാത്രി കാലങ്ങളിൽ പ്രശ്നമില്ല. പക്ഷെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ പറയട്ടെ കെട്ടുവിടുന്നെന്ന്, അതൊക്കെ കഴിയുമ്പോൾ അന്ന് അദ്ദേഹത്തിനൊരു വെളിപാട് തോന്നും. യുദ്ധം നിർത്തിവെച്ചു. ശരി, യുദ്ധം ഇനിയില്ല, ഇനി ഇറാനെ ആക്രമിക്കുന്ന പ്രശ്നമില്ല. എന്നിട്ട് പിറ്റേന്ന് പറയും, രാവിലെ ഇതുപോലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ഇതൊക്കെ തലേന്നത്തൊക്കെ അങ്ങ് അടിച്ചു പോയി. അപ്പോൾ പറയും അത് നേരെ ഇറാനിൽ എന്നെ അറ്റാക്ക് ചെയ്യാൻ പറയും. ഇപ്പം ഇയാൾക്കൊരു തോന്നലുണ്ട്, ഇയാളെ അവർ ഇറാൻകാർ കൊന്നുകളയുമെന്ന്. എന്നെ കൊലപ്പെടുത്തിയാൽ അവിടെ എന്ത് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന്. ഇയാളെ കൊലപ്പെടുത്തിയാൽ അവിടെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ ആരെങ്കിലും ഇയാളെ അനുസരിക്കുമോ? അതായത് ദ ഡേ ഓഫ് ദ ജക്കാൾ എന്ന് പറയുന്ന ഒരു ഫിലിമുണ്ട്, സിനിമ ഉണ്ട്. അതിനകത്ത് ഒരു പ്രസിഡന്റിനെ കൊലപ്പെടുത്തി, ഒരു പ്രസിഡന്റ് മരിച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ ബോഡി എങ്ങനെ അവർ പരിചാരകരൊക്കെ കൈകാര്യം ചെയ്യുന്നത് എടുത്ത് പെട്ടിയിലോട്ട് അങ്ങിട്ട് ഇയാളുടെ കൈ പിടിച്ചങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് കളഞ്ഞു എന്ന് പറയുന്ന. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആര് നോക്കും? കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇയാൾ പറയുന്നതല്ലേ അവർ കേൾക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് അവിടുത്തെ പോക്ക്. ഒരു തീരുമാനമില്ല, ഒരു കാഴ്ചയില്ല. ഇന്ന് തോന്നുന്ന കാര്യം ഇപ്പോൾ അങ്ങ് ചെയ്യുക. അന്നേരം തോന്നുന്നതാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ കണ്ടോ? അവർ ഹോർമൂസ് പൂർണ്ണമായിട്ടും അടച്ചു. ഇറാൻ അടച്ചതോടുകൂടി എന്താ, ഇനി ക്രൂഡ് ഓയിലിൻ്റെ വില റോക്കറ്റ് പോലെ കയറിപ്പോകും. ഹോർമൂസിൽ കൂടെ പോകുന്ന കപ്പലുകളൊക്കെ ഇറാൻ ആക്രമിക്കും, അവർ പറയുന്നത് പോലെ അല്ലെങ്കിൽ. ബാക്കി ഇതേപോലെ ഈ ഗൾഫ് രാഷ്ട്രങ്ങളെ മുഴുവൻ അമേരിക്കൻ അവിടുത്തെ താവളങ്ങളെ ആക്രമിക്കും. അപ്പോൾ അവിടെ കാഷ്വാലിറ്റീസ് ഉണ്ടാവും, സിവിലിയൻ കാഷ്വാലിറ്റീസ് ഉണ്ടാവും, ധാരാളം വരും. പിന്നെ ക്രൂഡിൻ്റെ വില ഇതുപോലെ പോകും. ഓഹരി വിപണിയെല്ലാം വലിയ ചാഞ്ചാട്ടമാണ് നടക്കും. സ്വർണ്ണവില കയറും ഇറങ്ങുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഇത് ഒരു ആഗോള പ്രതിഭാസമായിട്ട് അങ്ങ് മാറുകയാണ്. അതായത് ഈ ലോകത്തിനെ ഇതേപോലെ ഉപദ്രവിക്കുന്ന, ലോക ജനതയെ ഉപദ്രവിക്കുന്ന ഒരു നേതാവും വേറെ ഉണ്ടായിട്ടില്ല ട്രംപിനെ പോലെ. യഥാർത്ഥത്തിൽ ഈ ട്രംപിനോട് ചോദിക്കാൻ ആരുമില്ല എന്നുള്ള ഒരു സിറ്റുവേഷനാണ്. അതുകൊണ്ടാണല്ലോ അയാൾക്ക് തോന്നുന്ന ഈ വികൃതികളുണ്ടല്ലോ ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നത്. ഇത് വൈകൃതമാണ്, അല്ലാതെ വേറൊന്നുമില്ല. മനോവൈകൃതം എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, വേറൊന്നുമല്ല.